പരിശുദ്ധമായ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ഏറെ ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ്. അതൊരു സ്വപ്നമായി മനസ്സിൽ കൊണ്ട് നടക്കാനും അതിനുവേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും സമ്പത്ത് സ്വരുക്കൂട്ടി വെക്കാനുമൊക്കെ നമ്മളും തയ്യാറാകേണ്ടതുണ്ട്. അള്ളാഹു നമുക്കെല്ലാം പരിശുദ്ധമായ കഅബാലയത്തിങ്കൽ ചെന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള മഹത്തായ സൗഭാഗ്യം നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, ഹജ്ജ് കർമ്മം എന്നുള്ളത് ഒരിക്കലും ഒരു നിസ്സാരമായ പ്രവൃത്തിയല്ല. നമ്മുടെ നാടുകളിൽ മുൻകാലങ്ങളിലൊക്കെ ഹജ്ജ് കർമ്മം എന്നത് പ്രായമേറെ ആയതിന് ശേഷം അവസാനം ചെയ്യേണ്ട പ്രവൃത്തിയായിക്കൊണ്ടാണ് ആളുകളൊക്കെ കണ്ടിരുന്നത്. നല്ല പ്രായമുള്ള സമയത്താണ് പല ആളുകളും ഹജ്ജ് കർമ്മം ചെയ്തിരുന്നത്. എന്നാൽ ഇന്നതിനൊക്കെ ചെറിയ മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാലും ഹജ്ജ് കർമ്മം എന്നത് പിന്നെയാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നീട്ടിവെക്കുന്നവരും അതല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങാത്തവരുമൊക്കെ ഇപ്പോഴും നമ്മുടെ നാടുകളിലുണ്ട്. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ ഉൾപ്പെട്ടുകൂടാ. കാരണം ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരുവന്റെ ഇസ്ലാമിന്റെ പൂർത്തീകരണമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്. ഇസ്ലാം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 കാര്യങ്ങളിൽ മേലാണ് നിർമ്മിച്ചിട്ടുള്ളത്, എടുക്കപ്പെട്ടിട്ടുള്ളത്. ആ 5 കാര്യങ്ങൾ ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർഡർ അനുസരിച്ച് കൊണ്ട് പഠിപ്പിച്ചു. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാത്ത് വ ഈതാഇസ് സകാത്ത് വ സൗമി റമളാൻ വൽ ഹജ്ജ്. മറ്റൊരു റിവായത്തിൽ ഹജ്ജുൽ ബൈതി മൻ ഇസ്തഅ ഇലൈഹി സബീല എന്നും കാണാം. വേറൊരു റിവായത്തിൽ നോമ്പിന്റെയും മുമ്പ് ഹജ്ജിനെ എണ്ണിയതും കാണാൻ സാധ്യമാകും. ഏത് റിവായത്തെടുത്ത് പരിശോധിച്ച് നോക്കിയാലും 5 കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കലിമ ഉച്ചരിക്കലും അതിനുശേഷം നമസ്കാരം നിലനിർത്തലും സകാത്ത് കൊടുത്തു വീട്ടലും നോമ്പ് റമളാൻ മാസത്തിൽ നിർവഹിക്കലും പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കലുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ 5 കാര്യങ്ങളിൽ 5ാമത്തേതാണ് ഹജ്ജ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ കാര്യവും കഴിവെത്തുന്ന ആളുകളാണ് ചെയ്യേണ്ടത്. ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്നവർ അത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ കഴിവുള്ള എല്ലാവരും ചെയ്യേണ്ട പ്രവർത്തനമാണ് നമസ്കാരം എന്നുള്ളത്. സകാത്ത് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ശേഷിയുള്ള ആളുകൾ, അതിന്റെ കഴിവെത്തിയ ആളുകൾ ചെയ്യേണ്ട പ്രവർത്തനമാണ്. റമളാൻ മാസമായി കഴിഞ്ഞാൽ രോഗമില്ലാത്ത യാത്രയില്ലാത്ത സാധാരണ അവസ്ഥയിലുള്ള കഴിവുള്ള മുഴുവൻ ആളുകളും നോമ്പനുഷ്ഠിക്കൽ നിർബന്ധമാണ്. അതേ രൂപത്തിൽ തന്നെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ മാത്രമുള്ള സാമ്പത്തികവും ശാരീരികവുമായ മുന്നൊരുക്കമുള്ള ആളുകൾ, അതിന് കഴിവുള്ള ആളുകൾ, അവർ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. എന്നിട്ട് ഹജ്ജ് ചെയ്യാതിരിക്കുന്നതെങ്കിൽ അവർ കുറ്റക്കാരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ സ്വപ്നമായി കൊണ്ടു നടക്കാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. കാരണം ഹജ്ജ് വെറുതെ ചെയ്യാനല്ല പ്രവാചകന് പറഞ്ഞത്. ഹജ്ജ് ചെയ്താൽ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടുപോയി ഉള്ളവർക്ക് ചെയ്തു പോന്നോളി എന്നല്ല, മറിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ കൂലി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന് പറയുകയാണ്, മൻ ഹജ്ജ ലില്ലാഹി, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്തു, ഫലം യർഫുസ് വലം യഫ്സുഖ്, ആ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ അവൻ സ്ത്രീ പുരുഷ സംസർഗം നടത്തുന്നില്ല, അതേപോലെ ദുർവൃത്തികൾ, അനാവശ്യങ്ങൾ, തോന്നിവാസങ്ങൾ ആ ഹജ്ജ് കർമ്മങ്ങൾക്കിടയിൽ അവൻ ചെയ്യുന്നില്ല എങ്കിൽ റജഅ കയൗമി വലദതുഹു ഉമ്മുഹു, അവൻ മടങ്ങി വരുന്നത് അവന്റെ ഉമ്മ പ്രസവിച്ച അതേ അവസ്ഥയിൽ, യാതൊരു പാപവുമില്ലാതെ കളങ്കങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കും അവൻ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റൊരിക്കൽ പ്രവാചകനെ പറഞ്ഞത്, വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, പുണ്യകർമ്മമായ ഹജ്ജിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്ന്, സ്വർഗം ഉറപ്പാക്കുന്ന പ്രവൃത്തിയായിക്കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹജ്ജിനെ പഠിപ്പിച്ചത്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മിൽ ഭൂരിഭാഗം ആളുകൾക്കും അല്ലെങ്കിൽ നമുക്ക് ഈ വർഷം ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകിയിട്ടില്ല. വരും വർഷങ്ങളിൽ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നാൽ ഹജ്ജ് കർമ്മം മക്കയിൽ പോയി ചെയ്യാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഹജ്ജിന്റെ പ്രതിഫലങ്ങൾ അതേപോലെ ലഭിക്കുന്ന ചില പ്രവൃത്തികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഈ പ്രവൃത്തികൾ നമ്മൾ പലവരും കേട്ടതും ഓർമ്മപ്പെടുത്തിയതുമാണ്. എന്നാൽ ഓരോ സന്ദർഭങ്ങളിലും അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ വിശ്വാസികൾക്ക് നന്മയിലേക്ക് മത്സരിക്കുവാൻ ഏറെ താല്പര്യം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജ് കർമ്മത്തിന്റെ കൂലി ലഭിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നാം മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും വേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഹജ്ജ് കർമ്മം ചെയ്ത അതേ പ്രതിഫലം
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന കുറേ കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തിരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ 7 കാര്യങ്ങൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, ഒരാൾക്ക് ഹജ്ജിന്റെ കൂലി ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രവൃത്തിയായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് നല്ല നീയത്തുണ്ടാവുക എന്നതാണ്. നല്ല നീയത്തുണ്ടാവുക. ഒരുവന്റെ നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കർമ്മങ്ങളുടെയും കൂലി നിശ്ചയിക്കപ്പെടുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, എല്ലാ കർമ്മങ്ങളും നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നീയത്ത്, ഒരാൾക്ക് നല്ല നീയത്തുണ്ട്, ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്ന് നല്ല നീയത്തുണ്ട്. സമ്പത്തുള്ള ആളുകൾ, ശാരീരിക ശേഷിയുള്ള ആളുകൾ അവർ ഹജ്ജിന് പോകുന്നത് കാണുമ്പോൾ പടച്ചറബ്ബേ, അതേ രൂപത്തിൽ സമ്പത്തുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ എനിക്കും ഹജ്ജ് കർമ്മം നിർവഹിക്കാമല്ലോ എന്ന് ആത്മാർത്ഥമായ നീയത്ത് നമുക്കുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമുക്ക് ആ ഹജ്ജിന് കൂലി ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ദുനിയാവ് 4 വിഭാഗം ആളുകൾ മാത്രമാണ് എന്ന് പഠിപ്പിച്ചെടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വഅബ്ദുൻ റസഖഹുല്ലാഹു മാലൻ വഇൽമൻ ഫഹുവ യത്തഖി ഫീഹി റബ്ബഹു. ഒരു മനുഷ്യനെ അല്ലാഹു സമ്പത്ത് നൽകി, ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമും തിരിച്ചറിവും നൽകി, അവൻ ആ സമ്പത്ത് കൊണ്ട് അല്ലാഹുവെ സൂക്ഷിക്കുകയും കുടുംബബന്ധം ചേർക്കുകയും ചെയ്യുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് അർഹമായ പ്രതിഫലം നൽകുമെന്നാണ്. അതേപോലെ തന്നെ വഅബ്ദുൻ റസഖഹുല്ലാഹു ഇൽമൻ വലം യർസുഖഹു മാലൻ, സമ്പത്ത് ലഭിച്ചിട്ടില്ല, പക്ഷേ അല്ലാഹുവിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ നല്ല അറിവും തിരിച്ചറിവും അവനുണ്ട്. അവൻ ആഗ്രഹിക്കുന്നത്, പടച്ചറബ്ബേ, സമ്പത്തുള്ളവനെ പോലെ എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ എനിക്കും സൽക്കർമ്മങ്ങൾ ചെയ്യാമല്ലോ എന്നാണ് അവന്റെ ഉദ്ദേശം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഫഹുവ ബിനിയ്യതിഹി ഫഅജ്റുഹുമാ സവാഉൻ. ഈ 2 ആളുകളുടെയും കൂലി ഒരേപോലെയാണ് എന്നാണ്. സമ്പത്തുണ്ടായിട്ട് ഹജ്ജ് ചെയ്യുന്നവർ, സമ്പത്തുണ്ടായിട്ട് സ്വതക്ക നൽകുന്നവർ, സമ്പത്തുണ്ടായിട്ട് ദീനിന്റെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിക്കുന്നവർ, അതേ കൂലിയാണ് സമ്പത്തില്ലാത്തവന് സമ്പത്തുണ്ടെങ്കിൽ അതേപോലെ ചെയ്യാമല്ലോ എന്നാഗ്രഹിക്കണം ലഭിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നല്ല നീയത്ത് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ആ ആഗ്രഹത്തിന് വരെ ആ കൂലി ലഭിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ വിഷയം, സഹോദരന്മാരെ, നമുക്ക് എല്ലാ ദിവസവും ഹജ്ജിന്റെ കൂലി ലഭിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. എന്താണത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ സല്ലൽ ഗദാ ഫീ ജമാഅ, ആരെങ്കിലും ജമാഅത്തായിക്കൊണ്ട് സുബ്ഹി നമസ്കാരം നിർവഹിച്ചു, ഫുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തത്ലുഅ അശംസ്, സൂര്യൻ ഉദിക്കും വരെ അവൻ പള്ളിയിൽ തന്നെ ഇരിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ്? അല്ലാഹുവെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്, കിടന്നുറങ്ങുകയല്ല, സംസാരിക്കുകയില്ല, വെറുതെ അനാവശ്യം പറയുകയില്ല. അവൻ പള്ളിയിൽ തന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, അദ്കാറുകൾ ചൊല്ലിക്കൊണ്ട് അവൻ പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടുന്നു. ഹത്താ തത്ലുഅ അശംസ്, സൂര്യൻ ഉദിക്കും വരെ. എന്നിട്ട് സൂര്യൻ ഉദിച്ച് ഒരൽപ്പസമയം, ഒരു 15 മിനിറ്റോളം, കുന്തത്തിന്റെ അത്രയും ഉയരത്തിലേക്ക് സൂര്യൻ ഉദിക്കുന്ന അത്രയും സമയം അവൻ പള്ളിയിലിരുന്നു. എന്നിട്ട് അവൻ 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അവൻ ഒരു ഹജ്ജും ഉംറയും ചെയ്ത പരിപൂർണമായ കൂലി ലഭിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവന് പരിപൂർണമായ കൂലി ലഭിക്കും, പരിപൂർണമായ കൂലി ലഭിക്കും, പരിപൂർണമായ കൂലി ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 വട്ടം ആവർത്തിച്ചു പറഞ്ഞുവെന്നാണ്. സഹോദരന്മാരെ, എന്താണ് ചെയ്യാനുള്ളത്? ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി സുബ്ഹിന്റെ പള്ളിയിലേക്ക് എത്തുക. വീട്ടിൽ കിടന്നുറങ്ങിയാൽ നമുക്ക് കൂലി ലഭിക്കുകയില്ല. ജമാഅത്തിന്റെ പള്ളിയിലേക്ക് എത്തിയിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടി കിടന്നുറങ്ങുകയല്ല, പെട്ടെന്ന് എഴുന്നേറ്റ് പോയി മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുകയല്ല, മറിച്ച് ആ പള്ളിയിൽ തന്നെ ഇരിക്കുക, അള്ളാഹുവിനെ ഓർക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, അദ്കാർ സബാഹകൾ, മറ്റ് ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് അവൻ സൂര്യോദയം വരെ പള്ളിയിൽ തന്നെ ഇരിക്കുക. എന്നിട്ട് 2 റക്അത്ത് നമസ്കരിച്ചാൽ അവന് ഈ കൂലി ലഭിക്കുമെന്ന്, ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും പരിപൂർണമായ കൂലി ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പുരുഷന്മാർ പള്ളിയിലേക്ക് വന്നുകൊണ്ട് തന്നെ ഈ കർമ്മം നിർവഹിക്കേണ്ടതുണ്ട്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പള്ളിയിലേക്ക് വരൽ നിർബന്ധമായ കാര്യമല്ല. അവർ വീട്ടിൽ വെച്ച് തന്നെ സുബഹിന്റെ സമയത്ത് നമസ്കരിക്കുകയും അവർ മുസല്ലയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഖുർആൻ പാരായണവും അള്ളാഹുവിനെ ഓർക്കുകയും സൂര്യോദയം വരെ അവർ അതേ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് അവർ അവിടെ നിന്ന് തന്നെ നമസ്കരിച്ചാൽ, ഇശ്റാഖ് നമസ്കരിച്ചാൽ സ്ത്രീകൾക്ക് ഇതേ കൂലി ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അവർക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കൽ നിർബന്ധമുള്ള കാര്യമല്ല, പുരുഷന്മാർക്ക് മാത്രം റിസർവ് ചെയ്ത കൂലിയല്ല ഇത്, അത് സ്ത്രീകൾക്ക് ലഭിക്കുന്നതാണ്.
അതുകൊണ്ട് തന്നെ സ്ത്രീകളും പുരുഷന്മാരും ആ കാര്യത്തിൽ ശ്രദ്ധ വെക്കണം, ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടി പള്ളികളിലേക്ക് പോവുക എന്നുള്ളതാണ്. പള്ളികൾ വെറും നമസ്കാരത്തിന് മാത്രം കേന്ദ്രങ്ങളല്ല. മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള, ദീനിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, മതപ്രബോധനത്തിന്റെ കാര്യങ്ങൾ ശൂറം കൂടാൻ, അത്തരം കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രൂപീകരിച്ച, പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാമിക കാര്യങ്ങളുടെ കേന്ദ്രം, സെന്ററുകളാണ് പള്ളി എന്നുള്ളത്. ആ പള്ളികളിൽ ദീന് പഠിക്കാൻ വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കേണ്ടതുണ്ട്. പ്രവാചകൻ പറഞ്ഞു, മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അയ്യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു. ഒരുവന് പള്ളിയിലേക്ക് ദീന് പഠിക്കണമെന്നോ പഠിപ്പിക്കണമെന്നോ ഉദ്ദേശത്തിൽ ഒരാൾ പള്ളിയിലേക്ക് പോയി, കാന ലഹു കഅജ്രി ഹാജിൻ താമ്മൻ ഹജ്ജതുഹു, പരിപൂർണമായ ഹജ്ജ് നിർവഹിച്ചതിന്റെ കൂലി അവന് ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പള്ളികളിൽ അള്ളാഹുവിന്റെ ഓർക്കുന്ന ദർസുകൾ നടത്താൻ, ദീന പഠിപ്പിക്കുന്ന മജ്‌ലിസുകൾ ഉണ്ടാക്കുവാൻ നമ്മൾ സന്നദ്ധമാകണം. ഇനി അതൊന്നുമില്ല എങ്കിൽ പള്ളിയിൽ പോയി ഖുർആന്റെ ആയത്തുകൾ പഠിക്കാൻ, പരിഭാഷകൾ വായിക്കാൻ, ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിക്കുവാൻ, എങ്ങനെയെങ്കിലുമൊക്കെ ഇൽമ അന്വേഷിക്കണമെന്നും പഠിക്കണമെന്നും പഠിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ പള്ളിയിലേക്ക് പോയാൽ ഈ കൂലി ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, നമുക്കുള്ള അവസരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. നാലാമതായി, നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് നമ്മൾ ഫർദ് നമസ്കരിക്കാനും വേണ്ടി വീട്ടിൽ നിന്ന് തന്നെ വുളൂ ചെയ്തുകൊണ്ട് പുറപ്പെടലാണ്. പള്ളിയിൽ വുളൂ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, അവിടെ നമുക്ക് വുളൂ ചെയ്യാം. പക്ഷേ വീട്ടിൽ നിന്ന് തന്നെ വുളൂ ചെയ്തുകൊണ്ട് ഫർദ് നമസ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് ഒരുവൻ പള്ളിയിലേക്ക് പോയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ ഇലാ സ്വലാത്തിൻ മക്തൂബ. ഫർദ് നമസ്കരിക്കുവാൻ വേണ്ടി ഒരുവൻ പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് വുളൂ ചെയ്തുകൊണ്ട് പുറപ്പെട്ടു, ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം. ഇഹ്റാമിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്തവന്റെ അതേ കൂലി അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, ഫർദ് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ പള്ളിയിലേക്ക് വെറുതെ നമസ്കരിച്ച പോരുക എന്നതിനപ്പുറത്ത് ഈ കൂലി കൂടി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ആ ഉദ്ദേശം കൂടി നമുക്കുണ്ടെങ്കിൽ, നമ്മൾ വീട്ടിൽ തന്നെ വുളൂ ചെയ്തുകൊണ്ട് ഹജ്ജിന്റെ കൂലി കൂടി ലഭിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നമ്മൾ പുറപ്പെട്ടാൽ ഓരോ നമസ്കാരത്തിനും ഈ രൂപത്തിൽ ഹജ്ജിന്റെ കൂലി ലഭിക്കും. അപ്പോൾ ഒരു ദിവസം തന്നെ 5 നേരം പള്ളിയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ 5 ഹജ്ജിന്റെ കൂലി ഒരു ദിവസം, ഓരോ ദിവസവും നമുക്ക് കരസ്ഥമാക്കുവാൻ സാധ്യമാകും. സഹോദരന്മാരെയും സഹോദരിമാരെയും, 5ാമത്തെ പ്രവൃത്തി എന്നുള്ളത് ആ നമസ്കാരത്തിന് ശേഷമുള്ള അധികാറുകളാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെ കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു വിഭാഗം പാവപ്പെട്ടവർ, ദരിദ്രരായ ആളുകൾ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ദഹബ അഹ്ലുദ് ദുസൂരി മിനൽ അംവാലി ബിദ്ദറജാതിൽ ഉലാ വന്നഈമിൽ മുഖീം. റസൂലേ, സമ്പത്തുള്ള ആളുകൾ വലിയ വലിയ കൂലിയും അതേപോലെ തന്നെ നിലനിൽക്കുന്ന സ്ഥിരപ്പെട്ട അനുഗ്രഹങ്ങളും അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പാവപ്പെട്ടവർ, നമുക്കത് സാധ്യമാകുന്നില്ല. പ്രവാചകൻ കാരണം അന്വേഷിച്ചു. അവർ പറഞ്ഞു, യുസല്ലൂന കമാ നുസല്ലി. ആ സമ്പത്തുള്ള ആളുകൾ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമസ്കരിക്കുന്നുണ്ട്. വയസൂമുന കമാ നസൂം. നമ്മൾ നോമ്പെടുക്കുമ്പോൾ അവർ നോമ്പെടുക്കുന്നുണ്ട്. വലഹും ഫദ്ലും മിൻ അംവാൽ. പക്ഷേ അവർക്ക് സമ്പത്ത് കൊണ്ടുള്ള ശ്രേഷ്ഠതയുണ്ട്. അവർ ആ സമ്പത്ത് കൊണ്ട് യഹ്ജൂൻ, അവർ യഹ്ജൂന ബിക, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവർ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നു. വയഅ്തമിറൂൻ, അവർ ഉംറ നിർവഹിക്കുന്നു. വയുജാഹിദൂൻ, അവർ ജിഹാദിന് ഇറങ്ങുന്നു. വയതസദ്ദഖൂൻ, അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നു, സദഖ ചെയ്യുന്നു. സമ്പത്തുള്ള ആളുകൾ നമ്മൾ നമസ്കരിക്കുകയും നോമ്പെടുക്കുമ്പോൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യാത്ത ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. റസൂലേ, അവർ മുൻകടന്നിരിക്കുകയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങൾക്കും അവർ ചെയ്ത പോലെ നിങ്ങൾക്ക് കൂലി ലഭിക്കും. എന്താണ് ചെയ്യേണ്ടത്? പ്രവാചകൻ പറഞ്ഞു, തുസബ്ബിഹൂന വതഹ്മദൂന വതുകബ്ബിറൂന ഖൽഫ കുല്ലി സ്വലാത്തിൻ 33. നിങ്ങൾ നമസ്കാരത്തിന് ശേഷം, ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും 33 തവണ വരെ നിങ്ങൾ ചൊല്ലേണ്ടതുണ്ട്. എങ്കിൽ നിങ്ങൾക്ക് ഇതേ കൂലി ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ചില ആളുകൾക്കൊക്കെ നമസ്കാരം കഴിഞ്ഞാൽ വല്ലാത്തൊരു തിരക്കാണ്. അദ്കാറുകൾ ചൊല്ലാൻ സമയമില്ല. പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നു, പുറത്തു പോയിരുന്ന് ഫോണിൽ കളിക്കുന്നു, അല്ലെങ്കിൽ സംസാരിച്ചിരിക്കുന്നു. ഈ കൂലി നഷ്ടപ്പെടുത്തുകയാണ്. എത്ര സമയമാണ് ഇതിന് ആവശ്യമുള്ളത്? ഫർദ് നമസ്കാരം കഴിഞ്ഞ് 2 3 കൂടിപ്പോയ 5 മിനിറ്റ് ഇരുന്നാൽ മാത്രം നമുക്ക് ഈ കൂലി ലഭിക്കും. ഈ കൂലി ഉദ്ദേശിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആ നന്മ നഷ്ടപ്പെടുത്തുകയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ പള്ളിയിൽ നമസ്കരിക്കുന്നവരാകട്ടെ, സ്ത്രീകൾ വീട്ടിൽ നിർവഹിക്കുന്നവരാകട്ടെ, അവരെല്ലാം
ഈ രൂപത്തിൽ ഈ അദ്കാറുകൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അവർ ചൊല്ലിക്കൊണ്ട് ഹജ്ജിന്റെ കൂലി നേടിയെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആറാമത്തെ പ്രവൃത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ കൂലി ലഭിക്കുന്ന പ്രവൃത്തിയായി പഠിപ്പിക്കുന്നത് ഉംറത്തുൻ ഫീ റമളാൻ തഅദിലു ഹജ്ജ. റമളാൻ മാസത്തിൽ ഉംറ നിർവഹിക്കലാണ്, അതിന്റെ കൂലി ഹജ്ജിന് സമാനമാണെന്ന് പഠിപ്പിക്കുന്നു. ഈ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല, പക്ഷേ നമുക്ക് അടുത്ത വർഷങ്ങളിലൊക്കെ ഹജ്ജിന് പോകാൻ 4, 5, 7 ലക്ഷം റുപ്യ ആവശ്യമാണ്. എന്നാൽ ഉംറയ്ക്ക് അത്രയൊന്നും ആവശ്യമില്ല. ആ സമ്പത്ത് ആ കൂലി ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്രയും സമ്പത്തുള്ള ആളുകൾക്ക് ഹജ്ജിന്റെ കൂലി ലഭിക്കാൻ വേണ്ടി റമളാൻ മാസത്തിൽ ഉംറ നിയ്യത്താക്കാവുന്നതാണ്. ഏഴാമത്തെ പ്രവൃത്തിയായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഹജ്ജിന് നിങ്ങൾക്ക് പോകാൻ സാധ്യമാകുന്നില്ല എങ്കിൽ ഹജ്ജിന് പോകാൻ വേണ്ടി ആളുകൾക്ക് സഹായം ഒരുക്കാൻ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ കൂലി ലഭിക്കുമെന്നാണ്. പ്രവാചകന് പറഞ്ഞു, മൻ ജഹസ ഹാജൻ ഔ ജഹസ ഗാസിയൻ ഔ ഖൽഫഹു ഫി അഗ്ലിഹി. ആരെങ്കിലും ഹജ്ജിന് പോകാൻ വേണ്ടി ഒരു വ്യക്തിക്ക് സൗകര്യം ഒരുക്കി കൊടുത്തു, അല്ലെങ്കിൽ ഒരാൾക്ക് യുദ്ധത്തിന് വേണ്ടി സൗകര്യം ഒരുക്കി കൊടുത്തു, അല്ലെങ്കിൽ അവന്റെ കുടുംബത്തെ സംരക്ഷിച്ചു, ഔ ഫത്തറ സായിമൻ, അല്ലെങ്കിൽ നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചു, ഫലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ശൈഉൻ. ഈ പറയപ്പെട്ട ആളുകൾക്കെല്ലാം അവരുടെ കർമ്മങ്ങളിൽ ഒന്നും കുറയാതെ അതേ കൂലി ലഭിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. നോമ്പ് തുറപ്പിച്ചവനെ അതേ കൂലി ലഭിക്കുമെന്ന് നമ്മൾ റമളാൻ മാസത്തിൽ കേട്ട് പരിചയമുള്ളതും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുമാണ്. അതേപോലെ തന്നെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഒരുവന് സൗകര്യം ഒരുക്കി കൊടുത്താൽ അവർക്ക് ഹജ്ജിന്റെ അതേ കൂലി ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഇതിൽ ആദ്യം പറഞ്ഞ 5 കാര്യങ്ങൾ, ഒന്നാമത്തേത് നല്ല നിയ്യത്തുണ്ടാവുക എന്നതാണ്. രണ്ടാമത്തേത് രാവിലെ സുബഹി നമസ്കരിക്കുവാനും ശേഷം ഇശറാഖ് നമസ്കരിക്കുവാനും ഒരുങ്ങുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് ഇൽമ അന്വേഷിക്കുവാനും വേണ്ടി അത് പഠിപ്പിക്കുവാനും വേണ്ടി പള്ളിയിലേക്ക് പോകലാണ്. നാലാമത്തേത് ഫർദ് നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് തന്നെ വുളൂ ചെയ്തുകൊണ്ട് പുറപ്പെടലാണ്. അഞ്ചാമത്തേത് നമസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ ചൊല്ലലാണ്. ഈ 5 കാര്യങ്ങളും എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ ദിവസവും ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ്. ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തുവാനും പാടില്ല. അവസാനം പറഞ്ഞ 2 കാര്യങ്ങൾ, റമദാനിലെ ഉംറയും ഹജ്ജിന് വേണ്ടി സൗകര്യം ഒരുക്കി കൊടുക്കലും എല്ലാവർക്കും സാധ്യമാകുന്ന കാര്യമല്ല. പക്ഷേ ആദ്യത്തെ 5 കാര്യങ്ങൾ നമ്മൾക്കെല്ലാം ഹജ്ജിന്റെ പരിപൂർണമായ കൂലി കരസ്ഥമാക്കാൻ കഴിയുന്ന പ്രവർത്തനമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധയുണ്ടാകുവാൻ, കൂലി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമ്മൾ സന്നദ്ധമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ ലഭിക്കുന്ന നന്മകളിൽ മുന്നേറുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരിമാരെ, ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിൻ്റെ അതേ കൂലി ലഭിക്കുന്ന 7 പ്രവർത്തനങ്ങളാണ് സൂചിപ്പിച്ചത്. പരിശുദ്ധമായ മക്കയിലേക്ക് പോയി ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കഴിയാത്ത ആളുകൾക്കും സമ്പത്തുള്ള ആളുകൾക്കെല്ലാം ഹജ്ജിന്റെ പ്രവർത്തനങ്ങളുമായി കൊണ്ട് ബന്ധപ്പെട്ട് ദുൽഹിജ്ജ മാസത്തിൽ സമ്പത്തുള്ള ആളുകളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കി വെച്ച കാര്യമാണ് ഉളഹിയത്ത് അറക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്തുൽ കൗസറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൽപ്പനയായി തന്നെ പഠിപ്പിച്ചത് ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും ബലികർമ്മം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ബലികർമ്മത്തിന്റെ പ്രതിഫലം നമുക്ക് ആവർത്തിച്ച് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. സഹോദരന്മാരെ, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളിപ്പോൾ ദുൽഖഅദ മാസത്തിന്റെ 13-ലാണുള്ളത്. നമ്മുടെ മുമ്പിൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ ദിവസങ്ങൾക്ക്, അതേപോലെ ബലിപെരുന്നാൾ ദിവസത്തിന് നമ്മുടെ മുമ്പിൽ 25 26 ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. ഈ ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. ആ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് ദുൽഹിജ്ജ 10-നോ 11-നോ 12-നോ 13-നോ ഉറക്കേണ്ടതായ ഉളഹിയത്തിന് വേണ്ടി ഇപ്പോഴേ നിയ്യത്ത് വെക്കുവാൻ, നമ്മൾ ഇപ്പോഴേ മനസ്സിൽ കരുതുവാൻ, നമ്മുടെ സമ്പത്ത് മാറ്റി വെക്കുവാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാകേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രധാനപ്പെട്ട പ്രവൃത്തിയായി കൊണ്ടാണ് ബലികർമ്മത്തെ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സുന്നത്തിനെ നമ്മളിലേക്ക് കൊണ്ടുവന്ന് നൽകുന്ന, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഇസ്മായിൽ നബിയെയും ഓർക്കാൻ വേണ്ടി നമ്മുടെ മേൽ പഠിപ്പിക്കപ്പെട്ട, വലിയ പ്രതിഫലമായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ട ആ ഉളഹിയത്ത് കർമ്മത്തിന് വേണ്ടി ഇപ്പോഴേ നമ്മുടെ മനസ്സുകൊണ്ട് ഒരുങ്ങണം ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ പ്രാധാന്യങ്ങളും അതിന്റെ ചരിത്രവുമെല്ലാം വിശദമായി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങൾ പഠിക്കാനും പ്രവർത്തിക്കാനും നമ്മുടെ തൗഫീഖ് നമുക്കെല്ലാം നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മളുടെ
പള്ളിയിലൊക്കെ സാധാരണയായിക്കൊണ്ട് ഉലഹീയത്തിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കാറുണ്ട്. നമ്മളെല്ലാവരും ആ ഉദ്ദേശത്തിൽ ഇപ്പോഴേ തയ്യാറായി നിൽക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ മനസ്സിരിക്കുവാൻ നമുക്കെല്ലാം നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.